മാസങ്ങൾക്ക് മുമ്പ് പലസ്തീൻ പ്രശ്നം കത്തി നിൽക്കുന്ന സമയത്ത് മുസ്ലിം ലീഗ് കോഴിക്കോട്ട് ഒരു മഹാറാലി സംഘടിപ്പിച്ചു. പലസ്തീൻ ജനതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് മഹാറാലി. ആ റാലിയിൽ പ്രസംഗിക്കാൻ വിളിച്ചു വരുത്തിയത് ശശി തരൂരിനെയാണ്. ആരാണ് വിളിച്ചു വരുത്തിയത്? മുസ്ലിം ലീഗ് നേതാക്കൾ തന്നെ. അദ്ദേഹം അവിടെ നടത്തിയ ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ അദ്ദേഹം ഹമാസ് പോരാളികളെ തീവ്രവാദികൾ എന്ന് വിളിച്ചു, ടെററിസ്റ്റ് എന്ന് വിളിച്ചു. ഇത് ശരിയാണോ എന്ന് വലിയ ചർച്ചകൾ ആ വേദിയിൽ തന്നെ നടന്നു. ശശി തരൂരിന് മറുപടിയുമായി MK മുനീർ രംഗത്തെത്തി. അതേ വേദിയിൽ MK മുനീർ മറുപടി പറയുകയും ചെയ്തു. അത് മുസ്ലിം ലീഗിനകത്ത് വലിയ ഒച്ചപ്പാടുണ്ടാക്കി, കോൺഗ്രസിനകത്തും വലിയ ഒച്ചപ്പാടുണ്ടാക്കി. ഇത്തരമൊരു അഭിപ്രായം കേരളത്തിൽ വെച്ച് പറയേണ്ടതുണ്ടോ എന്ന ചോദ്യമാണ് അന്ന് ഉയർന്നു വന്നത്. എന്നാൽ തൻ്റെ അഭിപ്രായം മാറ്റില്ല എന്നും താൻ അതിൽ ഉറച്ചു നിൽക്കുകയാണ് എന്നും ആദ്യം പറഞ്ഞ ശശി തരൂർ പിന്നീട് അതിൽ വെള്ളം ചേർത്ത് വരികയാണ് ചെയ്തത്. അതിനിടെയാണ് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗം നടന്നത്. ആ പ്രവർത്തക സമിതി യോഗത്തിൽ രമേശ് ചെന്നിത്തല ഒരു പ്രമേയം കൊണ്ടുവന്നു. അതിലെവിടെയും ഹമാസിനെ തീവ്രവാദികൾ എന്ന് വിളിക്കുന്നില്ല. പലസ്തീൻ ജനതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നിലപാടാണ് ആ പ്രമേയത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ പ്രശ്നം ആരംഭിച്ച ഘട്ടത്തിൽ കോൺഗ്രസിന്റെ ഉന്നത നേതാവായ ജയറാം രമേശ് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിൽ ഹമാസിനെ തീവ്രവാദ സംഘടന എന്നും ഹമാസ് ആക്രമിച്ചതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും പറഞ്ഞുകൊണ്ടാണ് ആ സോഷ്യൽ മീഡിയയിലെ പോസ്റ്റ് അവസാനിക്കുന്നത്. അത് കോൺഗ്രസിന്റെ നിലപാടാണ് എന്നാണ് ജയറാം രമേശ് ആവർത്തിച്ച് പറഞ്ഞത്. എന്നാൽ പലസ്തീൻ ജനതയോടൊപ്പം നിൽക്കുന്ന നിലപാടാണ് കോൺഗ്രസ് എല്ലാ കാലത്തും സ്വീകരിച്ചത്. എന്നാൽ അതിന് വിപരീതമായ ഒരു നിലപാട് അന്ന് വന്നപ്പോൾ സ്വാഭാവികമായും അത് വലിയ ചർച്ചയാവുകയും കോൺഗ്രസ് നിലപാട് മാറ്റിയോ എന്ന ചർച്ചകൾ വരികയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് മുസ്ലിം ലീഗിന്റെ റാലി നടക്കുന്നത്, കോഴിക്കോട് നടന്ന മഹാറാലി. ആ മഹാറാലിയിലും ശശി തരൂർ ഇതേ നിലപാട്, എന്താണോ ജയറാം രമേശ് പറഞ്ഞത്, ഹമാസിനെ എതിർത്തുകൊണ്ട് ഹമാസ് തീവ്രവാദ സംഘടനയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള നിലപാട് ആവർത്തിക്കുകയും ചെയ്തു. ആ പ്രസംഗത്തിനാണ് മറുപടി പറഞ്ഞുകൊണ്ട് MK മുനീർ അതേ വേദിയിൽ തന്നെ പ്രസംഗിക്കുകയും ചെയ്തത്. ഇത് കേരളത്തിൽ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. ആ നിലപാട് ശശി തരൂർ തിരുത്തിയില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നു. അന്ന് ഈ പ്രശ്നങ്ങൾ വിവാദമായ ഘട്ടത്തിൽ ശശി തരൂർ അല്പം പുറകോട്ട് പോയിരുന്നു. ചില വളച്ചൊടിക്കലുകൾ, പലസ്തീനെ കുറിച്ച് നിങ്ങൾ ആരും എന്നെ പഠിപ്പിക്കേണ്ടതില്ല, പലസ്തീൻ നേതാവായ യാസർ അറാഫത്തുമായി ഭക്ഷണം കഴിച്ച ആളാണ് ഞാൻ, അദ്ദേഹവുമായി നേരിട്ട് കണ്ട് സംസാരിച്ച ആളാണ് ഞാൻ, അതുകൊണ്ട് പലസ്തീൻ പ്രശ്നം എനിക്ക് നന്നായി അറിയാം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പലസ്തീൻ ജനതയോടൊപ്പമാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ആ ചർച്ച കേരളത്തിൽ പൊതുവെ അങ്ങ് അവസാനിക്കുകയും ചെയ്തു. ഇപ്പോഴിതാ അത് വീണ്ടും ചർച്ചയായി മാറിയിരിക്കുന്നു. കാരണം ശശി തരൂർ വീണ്ടും തൻ്റെ പഴയ നിലപാട് ആവർത്തിച്ചിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഏഷ്യാനെറ്റിന് നൽകിയ ഇന്റർവ്യൂവിലാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരമാണ് അത് സംപ്രേഷണം ചെയ്യുക. ഇപ്പോൾ ഏഷ്യാനെറ്റ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വെച്ച് വാർത്തകൾ നൽകിയിട്ടുണ്ട്, ബ്രേക്കിംഗ് ന്യൂസ് നൽകിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് കൊടുത്ത ബ്രേക്കിംഗ് ന്യൂസ് ഇങ്ങനെയാണ്: പലസ്തീൻ പരാമർശത്തിൽ തിരുത്തില്ല എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിന്റെ സമ്മേളനത്തിൽ അദ്ദേഹം പലസ്തീനെ കുറിച്ച് പറഞ്ഞ, പലസ്തീൻ ജനതയെക്കുറിച്ച് പറഞ്ഞ, ഹമാസിനെ കുറിച്ച് പറഞ്ഞ നിലപാടിൽ ഒരു മാറ്റവുമില്ല, അത് തിരുത്താൻ പോകുന്നില്ല എന്ന നിലപാട് അദ്ദേഹം ആവർത്തിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നു, മുസ്ലിം ലീഗ് റാലിയിലെ ഹമാസ് പരാമർശം തിരുത്തില്ലെന്ന് ശശി തരൂർ. ഏഷ്യാനെറ്റിന്റെ തലക്കെട്ടാണ്: മുസ്ലിം ലീഗ് റാലിയിലെ ഹമാസ് പരാമർശം തിരുത്തില്ലെന്ന് ശശി തരൂർ. പലസ്തീൻ പരാമർശത്തിൽ തിരുത്തില്ല, വിവാദങ്ങൾ അനാവശ്യം, പറഞ്ഞത് പാർട്ടി ലൈൻ. അതാണ് മൂന്നാമത്തെ ബ്രേക്കിംഗ് ന്യൂസ്. വിവാദങ്ങൾ അനാവശ്യം, പറഞ്ഞത് പാർട്ടി ലൈൻ. അതിനുശേഷം പറയുന്നു, ഗാസ വിഷയത്തിൽ എക്കാലവും എടുത്തത് ഒരേ നിലപാടാണ് എന്ന്. ഗാസ വിഷയത്തിൽ എക്കാലവും എടുത്തത് ഒരേ നിലപാടാണ്. പലസ്തീൻ പ്രശ്നത്തിൽ തിരുത്തില്ല, വിവാദങ്ങൾ അനാവശ്യമാണ് ഞാൻ പറഞ്ഞത് എന്ന് വെച്ചാൽ ശശി തരൂർ പറഞ്ഞത് കോൺഗ്രസിന്റെ പാർട്ടി ലൈൻ ആണ് എന്ന് ആവർത്തിച്ചു പറയുന്നു. ശശി തരൂർ പറഞ്ഞത് പാർട്ടി ലൈൻ ആണ് എന്നാണ്, താൻ പറഞ്ഞത് പാർട്ടി ലൈൻ ആണ് എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ ലൈനാണ് ഹമാസ് തീവ്രവാദ സംഘടനയാണ് എന്ന നിലപാട്. അത് കോൺഗ്രസിന്റെ നിലപാടാണ് എന്ന് അദ്ദേഹം ആവർത്തിച്ചുറപ്പിക്കുന്നു. അദ്ദേഹം പഴയ പോലെ കോൺഗ്രസിന്റെ സാധാരണ ഒരു MP അല്ല. അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമാണ്. ആ പ്രവർത്തക സമിതി അംഗമാണ് പറയുന്നത്, ഞാൻ പറഞ്ഞത് പാർട്ടി ലൈനാണ്, ഹമാസ് തീവ്രവാദ സംഘടനയാണ്, കോൺഗ്രസ് എല്ലായ്പ്പോഴും പലസ്തീൻ ജനതയോടൊപ്പമാണ് എന്ന്. ഇത് എങ്ങനെയാണ് പൊരുത്തപ്പെടുന്നത് എന്നത് മറ്റൊരു വിഷയം, അത് ചർച്ച ചെയ്യപ്പെടേണ്ട മറ്റൊരു വിഷയമാണ്. പക്ഷേ ശശി തരൂരിന്റെ വാക്കുകൾ
കേരളത്തിലെ കോൺഗ്രസ് അംഗീകരിക്കുന്നുണ്ടോ? കോൺഗ്രസ് ദേശീയ തലത്തിൽ ഇത് അംഗീകരിക്കുന്നുണ്ടോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. കോൺഗ്രസിന്റെ പ്രവർത്തക സമിതിയിൽ ക്ഷണിക്കപ്പെട്ട അംഗമായ രമേശ് ചെന്നിത്തല കൊണ്ടുവന്ന പ്രമേയമുണ്ട്. ആ പ്രമേയം പലസ്തീൻ ജനതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രമേയമാണ്. ആ പ്രമേയത്തിലെ അന്തസത്തയ്ക്ക് നിരക്കാത്ത വാക്കുകളാണ് ഇപ്പോൾ ശശി തരൂർ പറഞ്ഞിരിക്കുന്നത്. അത് കോൺഗ്രസിന്റെ നിലപാടാണോ എന്നാണ് ഇനി അറിയാനുള്ളത്. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വമെങ്കിലും ഇത് സംബന്ധിച്ച് പ്രതികരിക്കേണ്ടതുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം എന്ന് പറഞ്ഞാൽ KPCC പ്രസിഡന്റാണ് അഭിപ്രായം പറയേണ്ടത്. KPCC പ്രസിഡന്റ് ഇത് സംബന്ധിച്ച് അഭിപ്രായം പറയാൻ സാധ്യത വളരെ വളരെ കുറവാണ്. എന്നാലും പ്രതിപക്ഷ നേതാവ്, കേരളത്തിലെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ, കേരളത്തിലെ UDFന്റെ പ്രതിപക്ഷ നേതാവായ VD സതീശൻ അക്കാര്യത്തിൽ നിലപാട് പറയേണ്ടതുണ്ട്. എന്താണ് ഇത് സംബന്ധിച്ച് കോൺഗ്രസിന്റെ നിലപാട് എന്ന്, ശശി തരൂരിന്റെ നിലപാടിനൊപ്പമാണോ കോൺഗ്രസ് നിൽക്കുന്നത് എന്ന് പറയേണ്ടതുണ്ട്. അന്ന് കോഴിക്കോട് വെച്ച് നടന്ന മഹാറാലിയിൽ, ആ മഹാറാലി ശശി തരൂർ അഭിപ്രായം പറഞ്ഞപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്ന നേതാവാണ് MK മുനീർ. അദ്ദേഹം ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? അദ്ദേഹത്തെ പോലെ തന്നെയുള്ള മുസ്ലിം ലീഗിന്റെ നേതാക്കളും എന്ത് നിലപാടാണ് ശശി തരൂർ പറഞ്ഞതിനോട് എടുക്കുന്നത്? ശശി തരൂർ പറഞ്ഞ ലൈൻ അത് കോൺഗ്രസിന്റെ ലൈനാണ് എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള കോൺഗ്രസിനോടൊപ്പം എങ്ങനെയാണ് മുസ്ലിം ലീഗിന് നിൽക്കാൻ കഴിയുക? മുസ്ലിം ലീഗ് അത് സ്വീകരിക്കുന്നുണ്ടോ? വലിയ ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത്. ഒരു പക്ഷേ മുസ്ലിം ലീഗ് കോൺഗ്രസ് ബന്ധം ഉപേക്ഷിക്കുന്ന തരത്തിലേക്ക്, മുസ്ലിം ലീഗിന് കോൺഗ്രസോടൊപ്പം നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക്, UDF സഖ്യം തന്നെ തകർന്നു പോകുന്ന അവസ്ഥയിലേക്ക് ഈ പരാമർശം പോകാൻ സാധ്യതയുണ്ട്. മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ നിലപാട് ഉയർത്തിപ്പിടിച്ചാൽ, മുസ്ലിം ലീഗ് കോൺഗ്രസിന്റെ നിലപാടിന് വഴങ്ങി സ്വന്തം രാഷ്ട്രീയ നിലപാട് വിഴുങ്ങാതിരുന്നാൽ ഒരു സംശയം വേണ്ട, മുസ്ലിം ലീഗിന് UDFനോടൊപ്പം നിൽക്കാൻ കഴിയില്ല. ഏറ്റവും കുറഞ്ഞത് ഈ പ്രസ്താവനയെ തള്ളിപ്പറയുകയും ശശി തരൂരിനോടുള്ള വിയോജിപ്പ് മുസ്ലിം ലീഗ് നേതാക്കൾ പ്രകടിപ്പിക്കുകയും ചെയ്യണം. അങ്ങനെ പ്രകടിപ്പിക്കുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. എന്തായാലും ശശി തരൂർ ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നു, പലസ്തീൻ നിലപാടിൽ താൻ നേരത്തെ പറഞ്ഞത്, മുസ്ലിം ലീഗ് റാലിയിൽ പറഞ്ഞത് തിരുത്തുന്ന പ്രശ്നമേ ഇല്ല, അതിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ്. എന്ന് വെച്ചാൽ ഹമാസ് തീവ്രവാദ സംഘടനയാണ് എന്നാണ്. ആ തീവ്രവാദ സംഘടനയാണ് ഹമാസ് എന്ന നിലപാടിനോട് മുസ്ലിം ലീഗ് എന്തു പറയുന്നു? കോൺഗ്രസിലെ മറ്റു നേതാക്കൾ എന്തു പറയുന്നു? കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ എന്തു പറയുന്നു? ഈ ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. ഈ സംഭവം അല്ലെങ്കിൽ ശശി തരൂരിന്റെ ഈ പ്രസ്താവന വരും ദിവസങ്ങളിൽ വലിയ ചർച്ചയായി മാറുകയും ചെയ്യും. അദ്ദേഹം പറഞ്ഞു വെക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാക്യമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം പറയുന്നത് ഇത് കോൺഗ്രസിന്റെ ലൈനാണ്, പാർട്ടി ലൈനാണ് എന്ന്. അത് അങ്ങനെയാണോ എന്ന് വിശദീകരിക്കേണ്ടത് കോൺഗ്രസ് നേതൃത്വമാണ്. ആ വിശദീകരണം കേട്ട് കോൺഗ്രസിനോടൊപ്പം നിൽക്കാൻ മുസ്ലിം ലീഗ് തയ്യാറാകുമോ? അതല്ല മുസ്ലിം ലീഗ് ശശി തരൂരിനെ തള്ളിപ്പറയുമോ? ശശി തരൂരിനെ തള്ളിപ്പറഞ്ഞാൽ കോൺഗ്രസിനെയാണ് തള്ളിപ്പറയുന്നത്. അങ്ങനെ കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞ് മുസ്ലിം ലീഗിന് UDFൽ നിൽക്കാൻ കഴിയുമോ തുടങ്ങിയ ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. ഏതായാലും കോൺഗ്രസ് രാഷ്ട്രീയം, UDF രാഷ്ട്രീയം ശശി തരൂരിന്റെ ഈ വാക്കിനെ ചൊല്ലി, ഈ നിലപാടിനെ ചൊല്ലി സ്വാഭാവികമായും കലങ്ങി മറിയുക തന്നെ ചെയ്യും. അത് എങ്ങോട്ട്, ഏത് ദിശയിലേക്ക് കേരള രാഷ്ട്രീയത്തെ നയിക്കും എന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ.